നമസ്കാരം. തൃശൂർ സ്ലാങ്ങിൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകം. പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കവുമായി മഹാനടൻ TG രവി. തൃശ്ശൂർ ഭാഷയെ പോലെ ഒരു ഭാഷ ലോകത്തിൽ എഴുതിയിട്ടുണ്ടാവില്ല. ഞാൻ ഈ ജപ്പാനിൽ പോയ സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ച് കൊണ്ട് ഉദ്ദേശിച്ചിരുന്ന ആള് നെടുമുടി വേണു തന്നെയാണ്. പക്ഷെ നെടുമുടി വേണു എന്ന് വെച്ചാൽ വേറൊരു സിനിമയ്ക്ക് മറ്റേ വത്തിക്കാനിൽ പോയി. വത്തിക്കാനിൽ അവിടെ അയാളെ കിട്ടാണ്ടേ ഇപ്പോൾ എന്നോട് ദാമോദരൻ പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്തോ താൻ കുറച്ച് തമാശ സിനിമകളിലേക്ക് വന്നിട്ട് പിന്നെ ഭാഷ തന്നു നോക്കും, അപ്പം ചെയ്യാൻ നോക്കുന്നു. അപ്പം ഞാൻ മാഷിന് പറഞ്ഞേ, ഇതുവരെ ഞാൻ ചെയ്തെന്നുള്ള ക്യാരക്ടർ എന്താണെന്ന് മാഷ്ക്ക് അറിയാലോ. ഒറ്റ സിനിമയിലെ എൻ്റെ കൂടെ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ക്യാമറ കമ്മിറ്റിയിലേക്ക് എൻ്റെ പേരുണ്ടാവുമെന്ന് പഴയ കാലത്തെ പേരുണ്ട്. കാരണം തെളിവുണ്ടല്ലോ, അത് തെളിവ് പോയി. അപ്പം അതുണ്ടാവും. അപ്പം എനിക്ക് സംശയത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമോ എന്നൊരു കൺഫ്യൂഷനായി. അത് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ മാഷെ ഞാൻ ചെയ്തിരുന്ന രീതിയൊക്കെ ഇങ്ങനെയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആൾക്കാർ വിചാരിക്കാൻ CM കൂടെ ഉണ്ട്, എന്തും പ്രശ്നം ഉണ്ടാക്കുക. അത് ഒഴിവാകാനുള്ള ഒറ്റ വഴിയുള്ള മാഷെ ഞാൻ തൃശ്ശൂർ സ്ലാങ് പറയട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞോളൂ. അത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് തൃശ്ശൂർ വന്നോട് കൂടി ഇതല്ലാട്ടോ അത് വേറെ അങ്ങനെയാണ് ഞാൻ ഈ അതിന് രക്ഷപ്പെട്ടു പോകുന്ന. അങ്ങനെ സിനിമയിൽ ഞാൻ ചെന്നപ്പോൾ എന്നോട് എല്ലാവരും പറയും, ആ മമ്മൂട്ടിയെ പ്രസംഗം പഠിപ്പിച്ചൊരു സിനിമയില്ല പൂരങ്ങളുടെ പൂരം എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി പഠിപ്പിക്കുന്നുണ്ട് ഇന്നസെന്റ്. അപ്പം അതിന് പറയുന്നത് നമ്മൾ വിക്കി പറയാം, ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അത് നീ പണി അത് ശരിക്കും ഇങ്ങനെ ഒഴുകി വരട്ടെ എന്ന് പറയും. അപ്പം എൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, ഈ അവണക്കണ്ണൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ വയസ്സിൻ്റെ ഉള്ളിൽ അതിനായിട്ട് ഉള്ളിലെന്ന് പറഞ്ഞാൽ അതാണ് സ്വയം. ഇനി ഇതേ പുസ്തകം തന്നെ വേറൊന്നും കൂടെ ഉണ്ട്. അത് ഇനിയെങ്കിൽ എന്ന് പറഞ്ഞ സിനിമ പാതി ജപ്പാനിലും പാതി തൃശ്ശൂരാണ്. അപ്പൊ ജപ്പാനിൽ പോയപ്പോ മൂപ്പര് എവിടെ നിന്ന് ഞാൻ ശീതകാലത്ത് എവിടെ മൂത്രം വെച്ചു. അപ്പൊ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവരെ കാണാനില്ലാതെ അപ്പൊ അവസാനം കുറെ ലേറ്റ് ആയിട്ട് മൂപ്പര് വന്നായിട്ട് ചോദിച്ചു, കാരണം ഈ എവിടെ ഇരുന്നു എല്ലാവരും കൂടി മെക്കിട്ടാൽ പറഞ്ഞില്ല. ഞാനേ പോകുമ്പോഴേ മൂത്രം വെച്ചു. അപ്പം എന്നെ പോലീസ് വിളിച്ചു. എന്നിട്ടാ എന്നെ മുതൽ അവർ കൊണ്ടേ സിനിമ കാണിച്ചു. മൂത്രം വെച്ച് സിനിമ കാണിച്ചത് വെച്ചിട്ട് അല്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഈ ഒരു മദാമ പോകുമ്പോൾ ഒരു പട്ടി അപ്പിട്ടു അത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം മദാമ കർച്ചീഫ് എടുത്ത് അത് എടുത്ത് കൊണ്ടുപോയി. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അണുക്കൾ ഇതിന്നൊക്കെ പോയി ഹെൽത്തിൻ്റെ പ്രശ്നം എല്ലാവർക്കും വേണ്ടി പറയാനുണ്ടാവും. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തി മുമ്പേ. അപ്പം അയാൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അത് ഇവിടെ വന്ന് ഒരു പരീക്ഷിച്ചിട്ടുണ്ട്. അടുത്തായി ഒരു ചെറിയ കുട്ടി അപ്പിട എന്താണ് കയറിയിരിക്കണേ ഏറ്റവും വളർന്ന് പളം കൂട്ടി പോകും. എൻ്റെ അമ്മ വന്നു, തള്ള വന്നിട്ട് എന്താ കുഴപ്പം, എന്താ കുഴപ്പം? ഇവിടെ ഇങ്ങനെ അപ്പിടാൻ പാടില്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അണുക്കൾ പോയി അങ്ങനെയാവും അവിടെ പഠിപ്പിച്ച് മുങ്ങാൻ പറഞ്ഞു. ഭയല്ലാണ്ട് പിന്നെ നിന്റെ തൊള്ളയുടെ ദൂരം ഇതൊക്കെ ഉണ്ടായി കാര്യം മനസ്സിലായ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സംഗതികൾ. അതാണ് ഈ തൃശ്ശൂരിൻ്റെ കാര്യം തന്നെയാണ്. കാരണം ഒരു അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മിക്കണ കാരണം ചിലപ്പോൾ അതാവും. കാരണം ഞാൻ ഈ തൃശ്ശൂർ സ്ലാങ് വളരെ പോപ്പുലറായിട്ട് സിനിമയിൽ കൊണ്ടുവന്ന ഒരാൾ ഞാനാണ്. അതെ, മഴയൊക്കെ പെയ്ത് റോഡാകെ ക്ലീനായി ഇഷ്ടമാണ്. അങ്ങനെ പറയാം, റോഡാകെ ക്ലീനായി വിളിച്ചറിയാനിട്ടപ്പോ എന്താണ് ഒരു എഡ്യൂക്കേഷനും ഇല്ല. എന്തൊക്കെ ഇതിൻ്റെ അർത്ഥം? ഒരർത്ഥമില്ല. ശരിക്കും നിങ്ങൾ മാറ്റം നോക്കിയ അർത്ഥമില്ല. കാര്യം മനസ്സിലാക്കില്ലല്ലോ. കാര്യം മനസ്സിലാവാൻ ആ ഭാഷ അത് മതി എന്ന് പറയുന്നത്. നേരെ വിളിച്ചു പരപരാന്ന് വെളുക്കുന്നതിന് 3 മാസം വിളിച്ചു. രവിയെ, ഞാൻ മാഷ
എൻ്റെ മാഷത്തിന് നേരം വിളിച്ചപ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോഴേ നമ്മളെ തള്ള പടിയ കേൾക്കുന്നവർ എന്താ വിചാരിക്കുക, ഈ മനുഷ്യൻ അമ്മോട് സ്നേഹമില്ല എന്നല്ലേ വിചാരിക്കുക. ആ മനുഷ്യനോട് ഞാൻ തിരിച്ചു ചോദിച്ചു, അപ്പം മാഷെ ഈ കട എനിക്ക് തന്നെ കിട്ടിയൊരു ഷോക്ക് ഇട്ടെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ വിട്ടിട്ട് ഞാൻ ചോദിച്ചു, മാഷെ എപ്പോഴാണ് ഇപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞാൽ അതിനിപ്പോ തലയുടെ മക്കളൊക്കെ വരേണ്ടതാണ്. ഇയാളത് തൃശ്ശൂരിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എങ്ങനെ വിളിച്ചത് എനിക്ക് യാതൊരു ഇതില്ല കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് പുസ്തകം കൊടുക്കാതെ പറഞ്ഞ മേടിക്കാനെ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല ഈ പുസ്തകം. പണ്ട് മുതലേ പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴേ ടെക്സ്റ്റ് സത്യം പറയാം, ഞാനത് വായിച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞില്ല, നല്ലൊരു എഡ്യൂക്കേഷൻ തയ്ക്കണം, നല്ലൊരു എഡ്യൂക്കേഷൻ. ആ മര്യാദ സാധനം ഗംഭീര സാധനം. എന്തപ്പോ അതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ പറയാൻ പറ്റില്ല. ഞാനിത് പലപ്പോഴും നാടകത്തിൽ അഭിനയിക്കുമ്പോഴൊക്കെ നാടകം വെട്ടി തിരുത്തി റെഡിയാക്കിയിട്ട് സ്റ്റേജിലേക്ക് അവതരിപ്പിക്കുന്ന വിധത്തിലാക്കി കൊടുക്കും. കുറെ കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഇങ്ങനെ ചെയ്യാതെ എനിക്കറിഞ്ഞ എഴുതിക്കൊള്ളു. പേനയും കടലാസത്തിൽ ഇരുന്നിട്ട് ഒരു വരി എഴുതാൻ പറ്റണ്ടേ, പറ്റിയില്ല. തൃശ്ശൂർ സ്ലാങ് സിനിമയിൽ കൊണ്ടുവന്ന് ചിരിക്കുകയാണെങ്കിൽ തൃശ്ശൂർ സ്ലാങ് പുസ്തകത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ അഗ്രഗണ്യനെ. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. പടച്ചോനെ ഈശോ ഗുരുവായൂരപ്പ, ഏത് വേഷത്തിലാണ് ഇത് കേൾക്കണമെന്ന് നമുക്കൊരു വിഷയമല്ല. എന്നാലൊരൊറ്റ കാര്യത്തില് നമുക്ക് നിങ്ങളോട് കലിപ്പുണ്ടിട്ടാ. ഇങ്ങനെ ടപ്പെന്ന് തീരാനാണെങ്കിൽ ആ മീനാൻ ഇത്ര സംഭവബഹുലമായ രീതിയിൽ കെട്ടിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എടങ്കോൽ ഇടായിരുന്നു ഇല്ലേ, എങ്കിൽ അവൾ പാവൻ രക്ഷപ്പെട്ടായിരുന്നു. ഈ ആൾക്കാർ പറയണ പോലെ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് തെറി വിളിക്കട്ടെ. അത് നമ്മുടെ വിഷമം കൊണ്ടാണെന്ന് കരുതിയിട്ട് അങ്ങോട്ട് ക്ഷമിച്ചാളാ. ബാക്കി നമുക്ക് അപ്പൊ പറഞ്ഞു തീർക്ക. പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം അവർക്കൊന്ന് കൊടുത്തേക്കണട്ടെ. ഒരു നല്ല എഴുത്ത് എപ്പോഴും ആദ്യം ചെയ്യുന്നത് അതാണ്, ഒരു ശൈലി മാറ്റം. ആ മാറ്റത്തിലൂടെ ഭാഷയുടെ സാധ്യതകളിൽ അതുവരെ ഉപയോഗിക്കാതെ കിടന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കുക. രണ്ടാമത്തെ കാര്യം ദാർശനികമായ ഒരു നിലപാടാണ്. ഒരു കാര്യത്തിൻ്റെ ആത്യന്തികാവസ്ഥയ്ക്ക് രൂപം നൽകാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സൗകര്യമോ ശേഷിയോ ഇല്ലെങ്കിൽ എഴുതരുത് എന്നാണ് പഴയ ആളുകൾ പറയുക. അതാണ് പുതുമ, അതാണ് സമൂഹത്തിന് ആവശ്യമായ കാര്യം, അതാണ് പുതിയ മുള, പുതിയ മുളയിലെ പുതിയ മുള എന്നർത്ഥം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയും അത് മാത്രവുമല്ല ജീവിതത്തിന് മനുഷ്യന് ആവശ്യമായ നർമ്മബോധത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും ഈ കൃതി വളരെ സമർത്ഥമായി പരിശ്രമിച്ചിരിക്കുന്നു, അതിൽ ജയിച്ചിരിക്കുന്നു. എഞ്ചിനീയേഴ്സ് ഇങ്ങനെ മലയാളത്തിൽ എഴുതുന്നത് പതിവ്. ശ്രീ വിനോദ് അഗ്രശാലി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കൂടുതലായിട്ട് പരിചയപ്പെട്ടത്. കുറച്ചുകൂടി പ്രായമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ വളരെ ചെറുപ്പമായിട്ട് തോന്നി. യഥാർത്ഥത്തിൽ മുഴുവൻ പ്രയോഗങ്ങളും തൃശ്ശൂരിൻ്റെ സ്ലാങ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ ആരും സംസാരിക്കുന്നത് മാത്രമല്ല, ഒന്നാമത് ആത്മകഥയാണിത്. ആത്മകഥ എന്ന് വെച്ചാൽ ഒരാൾ ഞാൻ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് പേഴ്സണിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ആൾ സാധാരണഗതിയിൽ അങ്ങനെ പറയുന്ന സമയത്ത് ആൾ പൊതുവെ സാഹിത്യത്തിൽ പൊതുവെ അങ്ങനത്തെ ധാരാളം സാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവെ ഉപയോഗിക്കാൻ അച്ചടി ഭാഷ തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുക. പക്ഷേ ഇതിന് അച്ചടിക്ക് പകരം ഇവിടെ മൊത്തം തൃശ്ശൂർ ഭാഷയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രശ്നം വെച്ചാൽ ഈ നോവലിലെ കഥ എന്ന് പറയുന്നത് അത്ര വളരെ സീരിയസ് ആണ്. സജിത്ത് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞത്. അപ്പോഴാണ് അറിയുന്നത് മകൻ ഇങ്ങനെ ഒരു പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതെ അമ്മ അഡ്വക്കേറ്റ്
ദർശനയിൽ പോയി കണ്ടു. അത് 2 പുസ്തകങ്ങൾ. ഇത് കൂടാതെ ഒരു യൂട്യൂബ് നടത്തണ്ടേ. ഇപ്പൊ ഞാൻ ഈ സൂക്ഷ്മദർശിനി സിനിമ യൂട്യൂബില് കണ്ടാണ്. അപ്പൊ 3 പേരും കൂടി വരും. പിന്നെ എൻ്റെ എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ബുക്ക് എഴുതിയത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കലഹാരി എന്ന് പറഞ്ഞിട്ടുള്ള നോവല്. അതൊരു ആക്ഷൻ ത്രില്ലറാണ്. ഒരു കൂട്ടം ആൾക്കാർ ഒരു ഡയമണ്ട് മോഷ്ടിക്കാനായിട്ട് പോകുന്നതും അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ 2ാമത്തെ ബുക്ക് ഈ വർഷം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് ഈ വർഷം ജനുവരിയിലായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നോ സെയിൻസ് റോഡ്. അതും ഇതേപോലെ തന്നെ ഒരു ആക്ഷൻ ത്രില്ലറാണ്. അത് ഒരു കൂട്ടം ആൾക്കാർ അവര് ഒരു ഭയങ്കര ഒരു ഡാർക്കായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു വില്ലനെ നേരിടാൻ പോണതാണ്. ഒരു ആക്ഷൻ ഡ്രാമ അങ്ങനത്തെ ഒരു ടൈപ്പ് പുസ്തകമാണ്. ഏകദേശം ഒരു 6-7 മാസമായിട്ടുണ്ടാവും ഈ പുസ്തകം വിനോദ് ഗ്രീൻ ബുക്സിനെ ഏൽപ്പിച്ചിട്ട്. വിനോദും പിന്നെ അതിനൊന്നും കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ടൊന്നും 6-7 മാസം 1 കൊല്ലത്തോളമായിട്ടാണ് വിനോദ് അതിന് വേണ്ടിയിട്ടൊന്നും പറയുകയോ അല്ല ഞങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഞാനും ആ പുസ്തകം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനും വീക്കെൻഡിൻ്റെ ഒരു വളരെ വലിയൊരു ആരാധകനാണ്. വീക്കെൻഡ് എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. വീക്കെൻഡ് പുസ്തകത്തിൻ്റെ ആ ഒരു രീതിയല്ല, പക്ഷെ വീക്കെൻഡിൻ്റെ പല ക്യാരക്ടേഴ്സും നമ്മളുടെ തൃശ്ശൂർ ഭാഷ അത്രത്തോളം രസകരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പല പുസ്തകങ്ങളിൽ കൂടി യൂട്യൂബ് മുതലാളി അങ്ങനെ പല ആൾക്കാരുണ്ട്. അതിൽ കൂടെ മാത്രമേ ഞാൻ തൃശ്ശൂർ ഭാഷ ഈ എഴുത്തിൻ്റെ മേഖലയിൽ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ തൃശ്ശൂർ ഭാഷ, അതും ഒരു തെറ്റും കൂടാതെ ആ ഒരു ഒഴുക്കിലോട് കൂടിയിട്ട് നമുക്കത്, നിങ്ങൾ ആരെങ്കിലും ഈ പുസ്തകം എടുത്ത് വായിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളത് അവസാനിക്കാതെ വയ്ക്കില്ല. അത് മാത്രമല്ല ഒരു ചെറിയ ബുക്കാണ്, വളരെ കൊച്ചു ബുക്കാണ്. അത് വായിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കുറച്ചു നേരം കണ്ണടച്ച് ഇതിനെക്കുറിച്ച് ആലോചിക്കും. ആ പുസ്തകത്തിൻ്റെ രസകരമായിട്ടുള്ള ഒരു ആഖ്യാനോ രചനയോ മാത്രമല്ല നമ്മളുടെ പിടിച്ചു കുലുക്കുന്ന ഒരു കഥാതന്തുവാണ് ഈ കഥയിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പോകുന്നത്. പ്രമുഖ ആർക്കിടെക്റ്റായിരുന്ന ലാറി ബേക്കറുടെ മകളെ വിവാഹം ചെയ്ത തൃശൂർ കളക്ടറെക്കുറിച്ച് തൃശൂർക്കാരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. പുതിയ കളക്ടറിൽ എത്തിച്ചു വളർത്ത ലോറി ബ്രോക്കർ മോളെ കിട്ടിയിട്ടുണ്ട്.